നമുക്കൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന് സൗഭാഗ്യം കൂട്ടാനും നമുക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും ഫെങ്ഷുയിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിലൊരു 5 നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 5 നല്ല റിസൾട്ടുള്ള ഒരു 5 കാര്യങ്ങളാണ്. നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്ത് നോക്കൂ. ഒന്ന്, നമ്മുടെ വീടിൻ്റെ ഷേപ്പ് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ തന്നെ വരണം വീട്. എന്നാലേ നമുക്ക് അതിനകത്തൊരു എനർജി ക്രിയേറ്റ് ആവും. അപ്പോൾ ഒന്ന് നമുക്ക് വീടിൻ്റെ ഷേപ്പാണ്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത്, വീട്ടിനകത്ത് വേണമെങ്കിലും ചെയ്യാം, വീടിൻ്റെ പുറത്ത് വേണമെങ്കിലും ചെയ്യാം, നല്ലൊരു വാട്ടർ ആക്ടിവേഷൻ, അതായത് വെള്ളം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. മിനിമം ഒരു 3 മണിക്കൂറാണ് പറയുന്നത്, ഒരു 5 മണിക്കൂറെങ്കിലും മിനിമം അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ. തൊഴിൽപരമായിട്ട് ഒരുപാട് റിസൾട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വാട്ടർ ആക്ടിവേഷനിലൂടെ സാധിക്കുന്നതാണ്. അടുത്ത മൂന്നാമത്തെ കാര്യം, സൗത്ത് ഈസ്റ്റ്, അതായത് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വീടിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് അവിടെ ഒരു ലക്കി ബാമ്പ് വയ്ക്കാം. വീട്ടിനകത്താണെങ്കിലോ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു വെൽത്ത് ഗോഡിൻ്റെ സ്റ്റാച്ചു വയ്ക്കാം. ഫംഗ്ഷനിൽ ഒരുപാട് വെൽത്ത് ഗോഡിൻ്റെ സ്റ്റാച്ചുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വെൽത്ത് ഗോഡിൻ്റെ സ്റ്റാച്ചു നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം. ഇപ്പോൾ വെൽത്ത് ശമ്പാല വേണമെങ്കിൽ വയ്ക്കാം, അല്ലാതെ വെൽത്ത് ഗോഡായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ കൂടുതലായിട്ട് സൂട്ടബിൾ ആവുന്നത് അത് നിങ്ങൾക്ക് വീടിൻ്റെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാവുന്നതാണ്. അടുത്തത് 4ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്ത്, അതായത് വടക്ക് പടിഞ്ഞാറ് കോർണറിൽ, ഇപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു 6 റോഡ് വിൻചെയിം അത് സ്ഥാപിക്കുക. 6 റോഡ് വിൻചെയിം സ്ഥാപിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ പുറത്ത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് 6 പൈപ്പുകളുള്ള ബെല്ലാണ്, ഒരിക്കൽ കൂടി പറയുന്നു, 6 പൈപ്പുകളുള്ള ബെല്ലാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉപയോഗിക്കേണ്ടത്. അടുത്തത് 5ാമത്തെ കാര്യം, വീടിൻ്റെ സൗത്ത് ഭാഗത്ത് സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് ഒരു അഗ്നിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന നല്ലൊരു ഫീനിക്സ് ബേർഡിൻ്റെ ചിത്രം വയ്ക്കുക. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു എനർജി നമുക്ക് ഈ ഫീനിക്സ് ബേർഡ് തരുന്നതായിരിക്കും. അങ്ങനെ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കൂ. നല്ലൊരു പ്രോസ്പെരിറ്റി ലൈഫ് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ 5 കാര്യങ്ങളിലൂടെ സാധിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.